12 വർഷത്തെ നാവും ദോഷം കണ്ണേറ് അമ്പനാട്ട് പണിക്കരാണ്. ഞാനിത് രണ്ടാമത്തെ പണി. നമ്മുടെ അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പള്ളിപ്പാന ഇന്ന് തുടങ്ങിയിരിക്കുകയാണ്. പള്ളിപ്പാനയുടെ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അമ്പനാട്ട് പണിക്കർ നമ്മളോടൊപ്പം ഉണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. എന്താണ് പള്ളിപ്പാനയെക്കുറിച്ച് പറയാനായിട്ടുള്ളത്? പള്ളിപ്പാന എന്ന് പറയുന്നത് ഈ അമ്പലപ്പുഴ ഭഗവാന്റെ 12 വർഷത്തെ പല വിധത്തിലുള്ള ദോഷങ്ങൾ, നാവും ദോഷം കണ്ണേറ് തുടങ്ങിയിട്ടുള്ള ദോഷങ്ങൾ പല വിധത്തിലുള്ള കർമ്മത്തിലൂടെ പരിഹരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് പള്ളിപ്പാന. അത് നിങ്ങളുടെ പങ്ക് എന്താണ്? അമ്പനാട്ട് പണിക്കരെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ പ്രധാന നടത്തിപ്പ്, ഇതിൻ്റെ മുഖ്യ സ്ഥാനത്ത് അമ്പനാട്ട് പണിക്കരാണ് നിൽക്കുന്നത്. തുടക്കം മുതൽ ഒടുക്കം വരെ അമ്പനാട്ട് പണിക്കരുടെ സാന്നിധ്യം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവണം. അവസാനിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ദക്ഷിണ കൊടുത്ത് അവരെ യാത്രയാക്കി അതിനുശേഷമേ അമ്പനാട്ട് പണിക്കർക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. അമ്പനാട്ട് പണിക്കരാണ് തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള. എത്രാമത്തെ പള്ളിപ്പാനയാണ്? ഞാനിത് രണ്ടാമത്തെ പള്ളിപ്പാനയാണ്. 2014 ഇപ്പോൾ 2026. അതിന് മുമ്പ് ഞാൻ താമസിക്കുന്ന വൈക്കമാണ്. വൈക്കം ക്ഷേത്രത്തിനടുത്ത് വെച്ചൂർ പഞ്ചായത്തിലാണ്. വെച്ചൂർ എന്ന് പറയുന്ന പഞ്ചായത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ ചടങ്ങുകളിലും വരാറുണ്ട്. നമ്മൾ പങ്കെടുക്കണം, അത് നിർബന്ധമാണ്. മരുമക്കത്തായ വ്യവസ്ഥ അനുസരിച്ചാണ് ഇതിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. ഈ ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ പൂർവികർ ക്ഷേത്ര നിർമ്മിതിക്ക് വേണ്ടി ക്ഷേത്രം പണിയുന്ന കാലഘട്ടത്തിൽ വിട്ടുകൊടുത്താണ് രാജകൽപ്പന മാനിച്ചുകൊണ്ട്. അന്ന് രാജാവ് കൽപ്പിച്ചനുഗ്രഹിച്ച് തന്നിട്ടുള്ള കുറേ അധികാരാവകാശങ്ങളുണ്ടായിരുന്നു. ഇതല്ല, ഒട്ടനവധി ഉണ്ടായിരുന്നു. അതെല്ലാം കുറേ കാലഘട്ടത്തിൻ്റെ ഇതനുസരിച്ച് എല്ലാം തേച്ചു മാച്ചൊക്കെ പോയി. 28ഓളം ചടങ്ങുകളുണ്ടല്ലോ. ഉണ്ട്. അതിൽ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും മറ്റ് ചടങ്ങുകളിൽ നമുക്ക് പിന്നെ ഈ പള്ളിപ്പാനയിൽ ഉള്ള മുഖ്യ പങ്കാളിത്തവും പിന്നെ 9ാം ഉത്സവം എല്ലാ ഉത്സവകാലങ്ങളിലും 9ാം ഉത്സവത്തിന് നമ്മൾ പരിവാര സമേതനായിട്ട് വരികയും ഇവിടെ ക്ഷേത്രത്തിൽ നമ്മളെ ആദരിക്കുന്നൊരു ചടങ്ങൊക്കെ ഉണ്ട്. അതാണ്. പിന്നെ അഷ്ടമിരോഹിണി നാളിൽ പൂർവികമായിട്ട് പറയുന്നതെന്ന് ഒരു പറ അരിയുടെ പിന്നെ അപ്പം അമ്പനാട്ട് പണിക്കർക്ക് അവകാശപ്പെട്ടതായിട്ടൊന്ന് രാജകൽപ്പിതമായിട്ട് അനുവദിച്ച് തന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. പിന്നെ എൻ്റെ ഓർമ്മയിൽ ഇവിടുന്ന് ചോറ് ഉത്സവകാലങ്ങളിൽ ചോറ് കൊടുക്കുമായിരുന്നു. ചോറ് അത് ഈ പച്ച നെല്ല് കുത്തിയിട്ട് വെക്കുന്ന ചോറായിരുന്നു. അതൊക്കെ ഞാനിവിടെ നിന്ന് വാങ്ങിച്ച് കൊട്ടക്കണക്കിന് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് എൻ്റെ ചെറുപ്പകാലത്ത്. അതൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട്. ഇപ്പോൾ അതൊക്കെ നിന്നുപോയി. എന്തായാലും ഒരുപാട് നന്ദി ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണ്ടി ഷെയർ ചെയ്തതിന്. ഓക്കെ. അപ്പോൾ ഭഗവാൻ ഈ ഉത്സവമൊക്കെ മംഗളകരമാക്കി ഭംഗിയായിട്ട് അവസാനിപ്പിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്.